മാത്യു തോമസിനെ നായകനാക്കി എഡിറ്റർ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ ആദ്യ വീഡിയോ പുറത്ത്. മിസ്റ്ററി ത്രില്ലർ ഘടകങ്ങൾക്കൊപ്പം റൊമാൻറ്റിക് ഫാന്റസി ഘടകങ്ങളും ചിത്രത്തിൽ ഉണ്ടെന്നാണ് സൂചന. ഈ മാസം 10-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഇതൊക്കെ സത്യാണോ? ഓരോരുത്തരുടെ ഭ്രാന്ത്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത ഫെമിനിറ്റി ഫാത്തിമ തിയേറ്ററുകളിലേക്ക്. ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനം നിർവഹിച്ച ചിത്രം ഒക്ടോബർ 10-ന് തിയേറ്ററുകളിലെത്തും. ദുൽഖർ സൽമാന്റെ വേഫ്രൽ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എടുക്കുന്നത്. പ്രശസ്ത തെന്നിന്ത്യൻ സംഗീത സംവിധായകൻ ബി അജനീഷ് ലോക്നാഥ് മലയാളത്തിലേക്ക്. മുരളി ഗോപി തിരക്കഥ ഒരുക്കുന്ന അനന്തൻകാട് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെയാണ് അജനീഷ് ലോക്നാഥ് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. റിയാന് ശേഷം GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആര്യ ഇന്ദ്രൻസ്, മുരളി ഗോപി, തെന്നിന്ത്യൻ താരം സുനിൽ, അപ്പാനി ശരത്, നിഖില വിമൽ തുടങ്ങിയ വമ്പൻ താരനിരകളാണ് ഉള്ളത്. മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ S വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14-ാമത്തെ ചിത്രം കൂടിയാണിത്. കാന്താര ചാപ്റ്റർ 1 ആണ് അജനീഷ് സംഗീതം ഒരുക്കി പുറത്തിറങ്ങിയ അവസാന ചിത്രം. കരിയറിലെ 19-ാമത്തെ 100 കോടി ക്ലബ്ബ് നേട്ടവുമായി ബോളിവുഡ് താരം അക്ഷയ് കുമാർ. താരത്തിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ജോളി LLB 3 എന്ന ചിത്രം റിലീസ് ചെയ്ത് 13 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സുഭാഷ് കപൂർ സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിൽ 150 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാഹുബലി ദി എപ്പിക് ഈ മാസം അവസാനം തിയേറ്ററുകളിലെത്തും. സംവിധായകൻ രാജമൗലി ചിത്രത്തിന്റെ അവസാനഘട്ട മിനുക്ക് പണികളിൽ ഇരിക്കുന്ന ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ബാഹുബലിയുടെ 2 ഭാഗങ്ങളും ചേർത്ത് 4.5 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയാനാണ് രാജമൗലിയുടെ തീരുമാനമെന്നാണ് സൂചന.